ഹലോ ഗായ്സ്, കുറേ നാളെ വീഡിയോ ഇട്ടിട്ട് ഇന്നൊരു സാധനം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇന്ന് 2 ഫോട്ടോസ് കാണിച്ചു തരാം. ഈ കാണുന്ന ഫോട്ടോ ഒരു കൊല്ലം മുന്നിലത്തെ ഫോട്ടോയാണ്. കണ്ടില്ലേ, എൻ്റെ ഫേസ് ഭയങ്കര ഡാമേജ്ഡ് ആയിരുന്നു. ഇനി ഇപ്പോഴത്തെ ഫോട്ടോയാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് തന്നെ വ്യത്യാസം മനസ്സിലായില്ലേ? എൻ്റെ ഫേസിൽ നല്ല ഡാമേജ് ആയിട്ടുള്ള ഫേസായിരുന്നു എൻ്റെ. അതേപോലെ തന്നെ നല്ല കുരു ഉണ്ടായിരുന്നു. ഞാൻ ശ്രമിക്കാത്ത ഒരു രീതിയിലുള്ള ടെക്നിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഹോം റെമഡീസും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊന്നും എനിക്ക് വർക്കൗട്ടായില്ല. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഇതെല്ലാം നോക്കി മടുത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ. മരുന്ന് കഴിക്കുന്നതിനോട് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് പേഴ്സണലി എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെറുതെ മരുന്ന് കഴിച്ചിട്ട് വെറുതെ എന്തിനും നമ്മുടെ വേറൊരു രീതിയിലുള്ള പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ മരുന്ന് കഴിക്കാണ്ടിരുന്നത്. പക്ഷേ സഹിയായിട്ട് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി. ഡോക്ടർ എനിക്ക് സ്വാഭാവികമായിട്ടും ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ എനിക്ക് മരുന്ന് തന്നു. അങ്ങനെ ഞാൻ മരുന്ന് കഴിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പം ഭയങ്കര അടിപൊളിയായിരുന്നു. ഫേസിൽ ഇതൊക്കെ മാറി, പിമ്പിൾസൊക്കെ മാറി, ഡാർക്ക് സ്പോട്ട്സ് മാറി. ഞാൻ പ്രതീക്ഷിച്ച റിസൾട്ടൊക്കെ ഇതുവരെ എനിക്ക് കിട്ടാതിരുന്ന റിസൾട്ട് ആ മരുന്ന് കഴിച്ചപ്പോൾ മാത്രം എനിക്ക് കിട്ടി. പക്ഷേ മരുന്ന് നിർത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ ഫേസ് ഡാമേജ്ഡ് ആവാൻ തുടങ്ങി. പഴയ പോലെ തന്നെ ഒരു മാറ്റവും ഇല്ലാണ്ട് പഴയ പോലെ തന്നെ ആവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഫേസിൽ വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ പെട്ടെന്നൊരു സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല, ഇതുണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ആട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എല്ലാം നിർത്തി. അതെല്ലാം കഴിഞ്ഞ് ഒരു 1-2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ അമ്മൂമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. പനി കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി. എന്നെ കൊച്ചിലോട്ട് നോക്കുന്ന ഡോക്ടറാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഡോക്ടറിൻ്റെ അടുത്താണ് പോകുന്നത്. അപ്പോൾ ആ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ ചുമ്മാ എൻ്റെ വെയിറ്റ്, ഞാൻ എപ്പോൾ ചെന്നാലും വെയിറ്റൊക്കെ നോക്കും. അങ്ങനെ വെയിറ്റൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ഫേസിൽ ഭയങ്കര കുരുവാണ്, എന്തെങ്കിലും തേച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും റെമഡി ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കറിയത്തില്ല, പക്ഷെ ഞാനൊരു ക്രീം എഴുതി തരാം, അത് യൂസ് ചെയ്ത് നോക്കുക, എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്ത് അത് യൂസ് ചെയ്ത് നോക്കുക, കുറവുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കുറവുണ്ടെങ്കിൽ എന്നിട്ട് നിർത്തിക്കോളാനും പറഞ്ഞു. ക്ലിൻഡാമൈസിൻ ഫോസ്ഫേറ്റ് ജെൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ലിങ്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് ഓൺലൈനിൽ ഇത് വിൽക്കുന്നുണ്ടോ എന്ന് പോലും അറിയത്തില്ല. ഞാനിത് എൻ്റെ ഇവിടെ അടുത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടും ഈ ക്രീം. അവിടെ ചെന്ന് ക്ലിൻഡാമൈസിൻ തരാമെന്ന് പറഞ്ഞാൽ മതി. ഇത് രാത്രി കിടക്കാൻ നേരത്ത് നമുക്ക് കുരുവുള്ള ഭാഗത്ത് നമ്മൾ തേച്ച് കൊടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന പോലെ ഫേസ് വാഷ് ഇട്ട് കളഞ്ഞാൽ മതി. പിന്നെ ഇതിൻ്റെ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. എനിക്കിതുവരെ സൈഡ് എഫക്ട്സ് ഉണ്ടായിട്ടില്ല. എൻ്റെ ഫ്രണ്ടിന് ഞാൻ സജസ്റ്റ് ചെയ്തു, അവൾക്കും സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. ആർക്കെങ്കിലും സൈഡ് എഫക്ട്സ് കാര്യങ്ങൾ ഇതിനെ എന്തെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്താണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ ഫേസിലെ പിമ്പിൾസ് എല്ലാം മാറിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു മാസത്തോളം ഇത് നിർത്തിയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യുന്നത് ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇപ്പോഴൊന്നും എൻ്റെ ഫേസിൽ ഒരു രീതിയിലുള്ള ഡാമേജോ അല്ലെങ്കിൽ എൻ്റെ ഫേസിൽ വീണ്ടും പിമ്പിൾസ് വരെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേപോലത്തെ വീഡിയോസിനായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.